ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കൂർഗ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൂർനാട് എന്ന് പറയുന്ന ടൗൺ, ഇതിൻ്റെ അടുത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. പക്ഷേ ടൗണിൽ നിന്ന് ഇച്ചിരി ഒരു 1 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ ടൗണിൻ്റെ ചെറിയൊരു വ്യൂ നമുക്ക് കാണാം. അതുപോലെ ഇന്നത്തെ വീഡിയോ ഫുൾ ഇതുപോലെ ഒരു ഡ്രൈവിംഗ് വീഡിയോ അല്ല, നമ്മുടെ പാർട്ട് 1 പോലെയല്ല. കൂർഗിലെ മെയിൻ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. വളരെ മനോഹരമായ കുറച്ച് ഷോട്ടുകളും നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അങ്ങനെ മൂർനാട് ടൗൺ ചെറിയൊരു ടൗൺ ആട്ടോ. ടൗൺ ഏകദേശം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുവാണ് ടൗണിൽ നിന്ന്. അതുപോലെ ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു ഡ്രൈവിംഗ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ 2 മിനിറ്റ്സ് മാർക്കിലേക്ക് പോവുക. 2-2.5 മിനിറ്റിൽ നമുക്ക് നെക്സ്റ്റ് സെഗ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ടാവും. വളരെ കിടിലമായിട്ടുള്ളൊരു മോർണിംഗ് അല്ലേ ഗൈസ്? അങ്ങനെയുണ്ട്. ദൂരെയുള്ള മഞ്ഞും റോഡിലെ 2 സൈഡിലെയും കൈവരികളും അല്ലേ? ഈ ഒരു ദിവസം കൂർഗിൽ കാണാൻ പറ്റുന്ന മാക്സിമം കാണുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രാവൽ പ്ലാൻ ചെയ്തത്. ആദ്യം നമ്മളെത്തുന്നത് അബി ഫോൾസിലേക്കാണ്. അപ്പം അബി ഫോൾസിലോട്ടുള്ളൊരു എൻട്രി ഏരിയയാണിത്. അവിടെ നമുക്കൊരു ടിക്കറ്റ് എടുക്കണം. ചെറിയൊരു എമൗണ്ടാണ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റെപ്സ് ഇറങ്ങി നമ്മൾ നേരെ അബി ഫോൾസിൻ്റെ അങ്ങോട്ട് പയ്യെ എത്തും. അബി ഫോൾസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ നമുക്ക് ഫുള്ള് കാണാൻ പറ്റത്തില്ല. ഇതിൻ്റെ ആക്ച്വലി മേളിലുണ്ട് അങ്ങനെ ഇച്ചിരി ചരിഞ്ഞ് കിടക്കുന്നൊരു വെള്ളച്ചാട്ടമാണ്. അതുകൊണ്ട് നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ മേളിലെ ഫുൾ പോർഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ രസമുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അബി ഫോൾസിന് ശേഷം ഞങ്ങൾ രാജാ സീറ്റ് എന്ന് പറയുന്ന ഒരു പാർക്കാണ്. ആക്ച്വലി ഇതിലും ഒരു എൻട്രി ഫീ ഉണ്ട്. എൻട്രി ഫീ കൊടുത്ത് നമുക്ക് പാർക്കിൽ കയറി കഴിഞ്ഞാൽ നല്ലൊരു കൂർഗിൻ്റെ നല്ലൊരു വ്യൂ, മൗണ്ടൻ ഏരിയയുടെ നല്ലൊരു വ്യൂ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. വളരെ നല്ലൊരു പാർക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊന്നും അധികമില്ല. പക്ഷേ ഒരു ഭംഗിയുള്ള വളരെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു പാർക്കാണ് രാജാ സീറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് ആക്ച്വലി ദസറ കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ്. അപ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകൾ ദസറ ടൈമിൽ അവിടെ വന്നിരുന്നു. ദസറയ്ക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മൾ കൂർഗ് ടൗണിലൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ഇവിടെ നല്ലൊരു വ്യൂ നമുക്ക് കാണാം. ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ദസറ പങ്കെടുക്കാൻ വന്ന ആൾക്കാർ ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ടും അവർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയത് ഹാരംഗി ഡാമിലേക്കാണ്. നമ്മൾ ഡാമിനൊരു ഗേറ്റൊക്കെ വെച്ച് ഫീ ഒക്കെ കൊടുത്ത് കയറുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അങ്ങോട്ട് നമ്മൾ പോയില്ല. ഇത് ഡാമിൻ്റെ താഴെയാണ് കിഡിലെ ഒരു സ്ഥലം. അതായത് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് അങ്ങ് ഡ്രൈവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കിഡിലെ സ്ഥലമാണിത്. ദൂരെ നമുക്ക് ഡാം കാണാം. കോൾഡാണ്.
അങ്ങനെ ഞങ്ങൾ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൂടെ കയറിയാണ് അവിടെ പോയത്. ആ ഒരു പുൽമേട്ടിലേക്ക് നമ്മൾ പോയത്. തിരിച്ചവിടെ നിന്ന് കയറി ഡാമിൻ്റെ മേളിൽ നമുക്ക് അടുത്ത സ്ഥലം, അതായത് ഡാമിലെ മുകൾ ഭാഗത്തെ വെള്ളം കിടക്കുന്ന ഭാഗത്തോട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ആയിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിലാണ് എത്തിയിരിക്കുന്നത് ഗൈസ്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് ഗേറ്റിൻ്റെ അവിടുന്ന് വാനുണ്ട്. വാൻ്റെ കയറി പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ, അല്ലെങ്കിൽ നല്ലൊരു ദൂരം നിങ്ങൾക്ക് നടക്കേണ്ടി വരും. ഒരു കിലോമീറ്റർ എന്നൊക്കെ പറയും, പക്ഷേ ദൂരമുണ്ട്. 20 രൂപയാണ് അവിടുന്ന് വാൻ്റെ കയറി വൺ സൈഡ് ഒരാൾക്കുള്ള റേറ്റ്. ഇപ്പോൾ എലിഫൻറ്റ് ക്യാമ്പ് നിൽക്കുന്ന ഏരിയയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് സ്കൈ വളരെ മനോഹരമായിരുന്നു കേട്ടോ. അന്നത്തെ സ്കൈ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സ്കൈ ആയിരുന്നു കൂർഗിൽ. അപ്പോൾ ഈ എലിഫൻറ്റ് ക്യാമ്പ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ അധികം ആനകളൊക്കെ കൂടി കിടക്കുന്ന, ആനയെ കുളിപ്പിക്കുകയും ആനയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ ദുബാര എലിഫൻറ്റ് ക്യാമ്പ് അങ്ങനെയല്ല. ബേസിക്കലി കാശ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി മാത്രമേ. 4-5 ആനകൾ കാണും. അതുപോലെ ആനയ്ക്ക് ഫുഡ് കൊടുക്കാനാണെങ്കിലും വൈക്കോല് കൊടുക്കാൻ നമ്മുടെ തരും. അതിനാണെങ്കിലും 200 രൂപ. അതുപോലെ ആനയുടെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ് വേണമെങ്കിൽ 200 രൂപ. അങ്ങനെയാണ് സെറ്റപ്പ്. ആക്ച്വലി ഈ ഒരു സ്ഥലത്ത് നമ്മൾ ആനയെ കാണാൻ പോകേണ്ട കാര്യമില്ല. ബേസിക്കലി സീനറി, കിഡിയിലെ സീനറിയാണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം വാങ്ങുന്നവരെയും പുല്ല് കൊടുക്കുന്നവരെയൊക്കെ കാണാം ഇതിനകത്ത്. ആനയും കാഴ്ചയൊക്കെ കാണുന്നതിനിടയ്ക്ക് ചെറുതായിട്ട് ഭക്ഷണം കഴിക്കാൻ അവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ സെറ്റപ്പ് ഉണ്ട്. അവിടെ കയറി ഭക്ഷണം, സ്നാക്സ് ചെറുതായിട്ട് അവിടെ നിന്ന് കഴിക്കാം. ഇത് നമ്മുടെ ഡാമിൻ്റെ മുകൾ ഭാഗമാണ്. വളരെ കിടിലമായിട്ടുള്ള സ്ഥലം. നിങ്ങളൊരു ഈവനിങ് ടൈമിൽ പോയാൽ കുറച്ചും കൂടെ ഇതിനെക്കാട്ടും കുറച്ചും കൂടെ കിടിലമായിരിക്കും. ഇപ്പം തന്നെ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂർഗ് ട്രിപ്പ് ഇവിടെ കൺക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാണാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ശരിക്കും ഒരു ഫോട്ടോഗ്രാഫി വീഡിയോ ആയിരിക്കത്തില്ല, ജസ്റ്റ് ഒരു ട്രാവൽ. ഫാമിലി ആയതുകൊണ്ട് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഞാനൊരു ട്രാവൽ വീഡിയോ പോലെ അങ്ങ് കവർ ചെയ്ത് വിടത്തേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ ചാനലിൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ചാനൽ വരുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ എല്ലാവർക്കും.